ഏവർക്കും നമസ്കാരം. ഞാൻ കുര്യപ്പുഴ സുരേന്ദ്രൻ. സൗന്ദര്യലഹരിയിലെ 6-ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വളരെ അനുചിതമായ, വളരെ ക്രിയാത്മകമായ ശ്ലോകങ്ങളാണ് 20 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് യോഗയുടെ കാര്യങ്ങളുണ്ട്, ധ്യാനമുണ്ട്, മൂർത്തിഭാവമുണ്ട്, പിന്നെ അതുപോലെ ദേവീ ദർശന രൂപങ്ങളുണ്ട്. അങ്ങനെ പലതും അടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളാണ് 20 ശ്ലോകങ്ങൾ ഉള്ളത്. അതിൽ 6-ാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. തനി പുഷ്പം മൂർപ്പി മധുകരമയി പഞ്ചവിശിഖ വസന്തസാമന്ധു മലയമരുതായോധനരഥ തദാഭ്യേക സർവം ഹിമഗിരിസുതേ കാമവീ കൃപാഭാംഗാവൃത്തി ലബ്ധോ ജഗതീതമനംഗോ വിജയതി. അതായത് സർവമംഗളാദേവിയായ സർവേശ്വരിയായ അമ്മ ഹിമവൽ പുത്രിയായ പാർവതി ധനസ് അതിമാധവമുള്ള പുഷ്പമായും ഞാണ് വണ്ടിനങ്ങളും ബാണങ്ങൾ അരവിന്ദാദി 5 മാത്രമായും സഹചരനായ മന്ത്രി വസന്ത ഋതുവും യുദ്ധത്തേര് മലയമാരുതനുമായിരുന്നിട്ടും ശരീരവും കൂടി ഇല്ലാത്ത മന്മഥൻ നിസ്സഹനയായി ഇന്ദ്രിവടിയുടെ കണ്ണിൽ നിന്നുണ്ടായ ലോകോത്കൃഷ്ടമായ കരുണയെ പ്രാപിച്ച് സമസ്തമായ ഈ ജഗത്തിനെയും വിശേഷണ ജയിക്കുന്നു എന്നാണ് സ്ഥാനം. നമുക്കറിയാം, ശിവന്റെ കണ്ണിൽ നിന്ന് അഗ്നിസ്ഫുരം ലഭിച്ച കാമദേവൻ ഭസ്മമായി പോയ ഒരു കഥ. അതിൻ്റെ അനുബന്ധ കൂടിയുള്ളത് ഒരു ഭാഗമാണ് സത്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മന്മഥനും രവിപ്രസാദം കൊണ്ടുണ്ടായ അപാരമഹിമയെ ഈ ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം ലം ഹം വം സം ടം, ഇതാണ് ആ യന്ത്രസമുച്ചയം. ഇതും യന്ത്രമായിട്ട് മന്ത്രമായിട്ടും നമുക്ക് ജപിച്ച് കൈകളിൽ കെട്ടാവുന്നതാണ്. വളരെ ഉത്കൃഷ്ടമാണ്. ദേവി സാന്നിധ്യമുണ്ടാകും. അതുപോലെ തന്നെ ദുർസ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ പറ്റും. സ്ത്രീയനാണ്, പുരുഷവശ്യമാണ്. ഇങ്ങനെ പല സവിശേഷതകളും ഈ 6-ാമത്തെ ശ്ലോകത്തിലുണ്ട്. നമുക്ക് ഇതിൻ്റെ അനുബന്ധമായ സംഭവങ്ങളിലേക്ക് കടക്കാം.